67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് കൊടിയുയരും. ഒളിമ്പിക്സ് മാതൃകയിൽ നടത്തുന്ന രണ്ടാമത്തെ സ്കൂൾ ഒളിമ്പിക്സ് ആണ് ഇത്. 20,000-ലധികം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യും. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, നാളെ കൊടിയേറും ഇനി മത്സര പരമ്പരകൾക്ക് മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് പൂർത്തിയായിരിക്കുന്നത്? പരിപാടികൾ എങ്ങനെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തെല്ലാം? അഖില, ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പിനാണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് നാളെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. വൈകിട്ട് മുഖ്യമന്ത്രിയാണ് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഉദ്ഘാടനം കുറിക്കുന്നത്. ഒപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ഒപ്പം തന്നെ ഫുട്ബോൾ ഇതിഹാസം IM വിജയനും ചേർത്തുകൊണ്ട് ദീപശിഖ തെളിയിക്കും. അതിനുശേഷം ഈ കുട്ടികളുടെ തന്നെ വലിയ രീതിയിലുള്ള കലാപരിപാടികളും ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഈ തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിന്റെ ബ്രാൻഡ് അംബാസിഡറുള്ള സഞ്ജു സാംസണും ഒപ്പം തന്നെ ഗുഡ്വിൽ അംബാസിഡറുള്ള കീർത്തി സുരേഷും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളും അടക്കം കുട്ടികളും എല്ലാവരും ചേർന്നുകൊണ്ടായിരിക്കും നാളെ ഈ സ്കൂൾ കായികമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അടുത്ത 7 ദിവസങ്ങൾ 21 മുതൽ 28 വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന കായികമേളയിൽ 12 വേദികളിലായി 2000-ലധികം മത്സരങ്ങളുണ്ട്. അതിൽ 20,000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിന്റെ കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അതിന്റെ അവസാന വട്ടത്തിലേക്ക് കടക്കുകയാണ്. പ്രധാനമായും തിരുവനന്തപുരം ചന്ദ്രശേഖരൻ സ്റ്റേഡിയം ഒപ്പം തന്നെ സെൻട്രൽ സ്റ്റേഡിയവുമാണ് പ്രധാന വേദികളായി എത്തുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൃത്രിമമായി ഒരുക്കുന്ന ഇൻഡോർ വേദിയിലായിരിക്കും ഇൻഡോർ ഗെയിംസുകളെല്ലാം നടക്കുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു കായികമേളയ്ക്കായി ഇത്തരത്തിലൊരു കൃത്രിമമായിട്ടുള്ളൊരു ഇൻഡോർ വേദി തന്നെ തയ്യാറാക്കുന്നത്. മറ്റ് ക്രമീകരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള 74 സ്കൂളുകളിലായി വിദ്യാർത്ഥികൾക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥികളുടെ യാത്രാ സൗകര്യത്തിനായി 142 KSRTC ബസ്സുകളും സജ്ജീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഇത്തവണ കായികമേള എത്തിയിരിക്കുന്നത്. അതായത് ആതിഥേയത്വം വഹിക്കുന്ന ജില്ലയാണ് കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്ന മത്സരം കടുക്കുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തത് മലപ്പുറം ഐഡിയൽ കടകശ്ശേരി സ്കൂളായിരുന്നു. രണ്ടാം സ്ഥാനത്ത് എത്തിയത് GV രാജ സ്കൂളായിരുന്നു. GV രാജ സ്കൂൾ തിരുവനന്തപുരത്ത് നിന്നുള്ള സ്പോർട്സ് സ്കൂൾ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ആതിഥേയത്വം വഹിക്കുന്ന തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സ്കൂൾ തന്നെ ഒന്നാമതെത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ജില്ലയുടെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ജില്ലയിലെ സ്കൂളുകളെല്ലാം തന്നെ അതിനു വേണ്ടിയിട്ടുള്ള കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. ആതിഥേയത്വം വഹിക്കുന്ന ജില്ല തന്നെ ചാമ്പ്യന്മാരായി മാറുക എന്നൊരു കാഴ്ചയാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ ഈ മത്സര ഫലപ്രഖ്യാപനത്തിൽ ഉണ്ടായ ചില ആശയക്കുഴപ്പങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഇത്തവണ സ്പോർട്സ് സ്കൂളുകൾക്കും ജനറൽ സ്കൂളുകൾക്കും രണ്ടായി തന്നെ തിരിച്ചുകൊണ്ടാണ് മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള പരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ അതൊരു വലിയ സമാപന വേദിയിൽ അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ടുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനം നേടിയ നവാമുകുന്ദ സ്കൂളും ഒപ്പം തന്നെ മൂന്നാം സ്ഥാനത്തെത്തിയ കോതമംഗലം RBC സ്കൂളും എല്ലാം തന്നെ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ വേദിയിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ അതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കുന്നത് ജനറൽ സ്കൂളുകളും സ്പോർട്സ് സ്കൂളുകളും എന്നുള്ള രണ്ടായിട്ടുള്ള ഒരു കാറ്റഗറിയിൽ നിന്നായിരിക്കും. മികച്ച ജില്ലയ്ക്ക് ഇത്തവണ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണ കപ്പും സമ്മാനിക്കും. അതും ഇത്തവണ വിജയികൾക്ക് കിട്ടുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ദേവനാണ് വിവരങ്ങൾ നൽകിയത്.